ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്ലൈഡിങ് ടൈപ്പ് കാർഡൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്, വെഡ്ഡിങ് കാർഡൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ സെയിം തന്നെ ഇതുപോലെ മണി കാർഡ് ചെയ്യാറുണ്ട്. ഇപ്പം ഈദിനൊക്കെ ആയിട്ട് ഈദ് കാർഡ് ഒക്കെ ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 1-2 കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അതിൽ എഡിറ്റിങ് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരുപാട് കൺഫ്യൂഷൻ ആവണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ക്യാൻവയിലൊക്കെ എഡിറ്റിങ് എല്ലാവരും ചെയ്ത് തയങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എന്നാലും ജസ്റ്റ് ഒന്ന് റഫായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു A4 ഡോക്യുമെൻറ്റിലാണ് ഞാനിപ്പം ഈ ഒരു എഡിറ്റിങ് കാണിക്കുന്നത് കേട്ടോ. ഇതിൽ ജസ്റ്റ് ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് ക്യാൻവയിൽ തന്നെയാണ് ഞാനിപ്പം ഈ സ്റ്റിക്കേഴ്സൊക്കെ എടുക്കുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഡിസൈൻസൊക്കെ ഇപ്പോൾ പ്രീമിയം ക്യാൻവല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ പിക്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിലുള്ള തന്നെ ജസ്റ്റ് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോ ഡിസൈൻസ് ഇതിൽ ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. വേറെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. പിന്നെ ഒരു കൺഫ്യൂഷൻ വരും ഇതിൻ്റെ സൈസിലായിരിക്കും. അത് ഞാനൊരു ഏകദേശം ഒരു A4 ഡോക്യുമെൻ്റ് ആണല്ലോ, അപ്പോൾ ഏകദേശം നമുക്കിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന എൻവലപ്പ് പോലെ ഫോൾഡ് ആക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് നമ്മൾ എന്തായാലും ബാലൻസ് ഇതിൽ കിട്ടും A4 ആണെങ്കിലും. അപ്പം അങ്ങനെ ജസ്റ്റ് എടുത്തിട്ടാണ് ഞാനൊരു ഡിസൈന് ഇതിൽ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ട് അതിന് ബോദർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് ഫൈനലിൻ്റെ ഒരു ഔട്ട് കാർഡ് വരിക പറയുന്നത് 22-12 സെൻറ്റിമീറ്ററാണ് എനിക്ക് ഫൈനൽ ഔട്ടായിട്ട് ഒരു എൻവലപ്പ് വരിക. ഒരു ഏകദേശം ഈ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ആ ഒരു ബോർഡർ ഇതുപോലെ അങ്ങനെ ലൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് പല ബോർഡേഴ്സ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടും. അറബിക് ബോർഡർ എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒരു ബോർഡർ ഇതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാണിക്കുകയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ബോയ് ആണോ ഗേൾ ആണോ വേണ്ടത് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ക്യൂട്ട് ഇതുപോലെ കാരിക്കേച്ചർ പിക്ചേഴ്സൊക്കെ ഇതിൽ കിട്ടും. അത് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് എടുക്കണം എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം. ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ജസ്റ്റ് ഇതിൽ നിന്നൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇതിൽ നിങ്ങൾക്ക് ഒരു ഇത് കാണാം, ക്രൗണിൻ്റെ പിക്ചറുള്ളതൊക്കെ പ്രീമിയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പ്രീമിയം ക്യാൻവല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചു തരുന്നത്. ഇത് കൂടുതൽ നിങ്ങളിതിൽ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഈദ് കാർഡ് ഡിസൈൻസൊക്കെ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചതൊക്കെ തന്നെ ക്യാൻവയിലും പിന്നെ അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ഉണ്ട്. അതെടുത്ത് പ്രിൻ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കാർഡ് ഉണ്ടാക്കിയെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്രയാണ് ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈനൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഡിസൈൻസാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇതൊക്കെ A4 സൈസ് ഡോക്യുമെൻറ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഇമേജായിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വേറൊരു ഫയൽ എടുക്കുകയാണ്. ഒരു 33-48 സെൻറ്റിമീറ്റർ വരുന്നൊരു ഡോക്യുമെൻറ്റ് സൈസിൽ ആണ് എടുക്കുന്നത്. കാരണം എൻ്റെ കൂടുതലും എല്ലാ ലേസർ പ്രിൻറ്റിങ്ങിൻ്റെ ഷീറ്റിൻ്റെ സൈസ് ആ ഒരു സൈസാണ് ഇരുന്നത്. അപ്പം ജസ്റ്റ് ഷോപ്പിൽ പോയിട്ട് പിന്നെ അതൊരു സെറ്റ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതിൽ തന്നെ ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടാണ് അതുപോലെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഷീറ്റിൽ 2 കാർഡ് ഇങ്ങനെ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഷീറ്റാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇനി എങ്ങനെയാണ് നമ്മളെ ആ ഒരു എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ സ്കോറിംഗ് ബോർഡിൽ ആ ഒരു സൈസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ 12 സെൻറ്റിമീറ്ററാണ് ഒരു വിഡ്ത്ത് വരുന്നത്, ലെങ്ത്ത് 22 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഈ ഒരു എൻവലപ്പിൻ്റെ സൈസ് വരുന്നത്. പിന്നെ കുറച്ച് അതിൽ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, അത് ഓൾറെഡി നമുക്ക് ആ ഒരു A4 പേപ്പർ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ പ്രിൻറ്റിങ് കഴിഞ്ഞാൽ എക്സ്ട്രാ ഇത്രയും ഒരു പോർഷന് നമുക്ക് വരും. ആ ഒരു പോർഷനിൽ പ്രിൻറ്റിങ് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പോർഷനാണ് ഞാനിതിൽ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മറ്റേ ഭാഗം നമുക്കിത് ഇങ്ങോട്ട് ഉള്ളോട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ
കാർഡിൻ്റെ ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റേ സൈഡ് ആ വൈറ്റ് പോർഷനും കൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ കാര്യങ്ങൾ ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് ഈ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു എൻവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ സ്കോർ ബോർഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സ്കോർ ബോർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇനി നമുക്കിത് സ്ലൈഡിങ് കാർഡായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ സെൻറ്ററിൽ ഇതുപോലെ കട്ടിങ് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഇത്രയും വീതിയിൽ കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വീതി അധികം ആയോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലെങ്ത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൊടുത്താൽ ആ ഒരു കാർഡ് സ്ലൈഡ് ചെയ്തെടുക്കുന്ന നിങ്ങൾക്ക് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് കിട്ടും. അങ്ങനെ വേണം എന്നുള്ളവർക്ക്. ഇനി നമ്മളിത് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം മാത്രം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് സ്ലൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ കട്ട് ചെയ്ത പോർഷൻസ് ഉണ്ടല്ലോ, അത് ഒരു ഏകദേശം ഒരു 8.5 സെൻറ്റിമീറ്ററാണ് ലെങ്ത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത സൈസ് ജസ്റ്റ് നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. കുറച്ചാൽ പിന്നെ അത്ര നമുക്ക് സ്ലൈഡ് ആക്കാനാവില്ല. കുറച്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല, കുറച്ചും കൂടി അധികം അങ്ങനെ സ്ലൈഡായിട്ട് കിട്ടും. അതാണ് വ്യത്യാസം. അപ്പോൾ അതാ ഫുള്ള് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു UHUവിൻ്റെ ആ ഒരു ഗ്ലൂ ആണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് സ്റ്റിക്കാവും. പേപ്പേഴ്സൊക്കെ ഈ വൈറ്റ് ഗ്ലൂവിനെ കാട്ടിലും കുറച്ചും കൂടെ ഈസിയാണിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ആ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കാർഡ് വലിച്ചെടുക്കണമെന്നുള്ളതുകൊണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് കട്ടിങ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് സിസേഴ്സ് യൂസ് ചെയ്തും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ അത് എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റിബണ് വെച്ച് കൊടുക്കാം. ഒക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതാ അതിൽ റൈറ്റിംഗ് ഇതിൽ നമ്മുടെ നെയിംസ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് എഴുതിയിട്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രിൻ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലീഫ് വേണമല്ലോ. അപ്പം അതാണ് മറ്റേ ഒരു കാർഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാർഡ് നമ്മൾ എടുക്കുന്ന ഒരു എൻവലപ്പിന് സൈസിനെക്കാളും ചെറുതായിരിക്കണം എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിലും കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആ ഒരു സൈസിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഡബിൾ സൈഡ് ഫോം ടൈപ്പ് ഉണ്ടല്ലോ, അത് 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഉയരത്തിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ നെയിം അതിൻ്റെ മുകളിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കിത് ഇനി നമുക്കിതിൽ പൈസ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഇതാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിൽ മണി ആഡ് ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു കട്ടിങ് കൊടുത്ത് നമുക്കിതുപോലെ ക്യാഷ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ കാർഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതുപോലെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിതുപോലെ സ്ലൈഡിങ് ടൈപ്പ് കാർഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയുന്നതിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എല്ലാവരും നമ്മുടെ ഗിവ് അവേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നറിയാം കേട്ടോ. പിന്നെ പങ്കെടുക്കാൻ പറ്റാത്തവരൊക്കെ ഒരുപാട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത നല്ല ഗിവ് അവേ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് പേര് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ പറ്റാതെന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പ്രശ്നമൊന്നും പറ്റിയെന്ന് എനിക്കറിയില്ല. കുറേയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്